ഹലോ, നമുക്ക് കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കൊരു ബോട്ട് റൈഡ് പോയാലോ? നമ്മൾ മറൈൻ ഡ്രൈവിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ബോട്ട് റൈഡിൻ്റെ ഒത്തിരി ബോർഡുകളും അല്ലെങ്കിൽ ബോട്ട് റൈഡ് വേണമെന്ന് ചോദിച്ച ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സോ ഇന്ന് അങ്ങനെ പോയി. അപ്പോൾ അവിടുത്തെ ബോട്ട് റൈഡ് സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫുൾ ബോട്ടൊക്കെ പ്രീ ബുക്ക് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ പോകാം. ലക്ഷറി ആയിട്ട് പോകണമെങ്കിൽ അങ്ങനെ ആവാം. അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് അൺനോൺ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ അങ്ങനെ നമ്മളെന്തെങ്കിലും റാൻഡമായിട്ട് എന്തെങ്കിലും നടന്നപ്പോൾ കണ്ടൊരു ബോട്ടാണ് ബുക്ക് ചെയ്തത്. ആൻഡ് അത് ഫോർട്ട് കൊച്ചി വരെയായിരുന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് കണ്ട കാഴ്ച നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി എല്ലാ ഐറ്റംസിനും നല്ലൊരു വ്യൂ നമുക്ക് പോകുന്ന വഴിക്ക് കിട്ടും. അവിടെ വരുന്ന കണ്ടെയ്നറൊക്കെ എന്ത് വലുതാണെന്ന് നമുക്ക് അതിൻ്റെ താഴെ പോയി നിൽക്കുമ്പോഴാണ് മനസ്സിലാവുക. പിന്നെ അവിടെ വന്ന മെയിൻ ഒരു അട്രാക്ഷനാണ് ബോൾഗാട്ടെ പാലസ്. നമുക്ക് ഒത്തിരി സിനിമകളിലൊക്കെ കണ്ട് നല്ല പരിചയമുള്ളൊരു സ്ഥലമാണ് ബോൾഗാട്ടെ പാലസ്. ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടെ ഫംഗ്ഷൻ എന്തോ നടക്കുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റിയ നല്ലൊരു. പിന്നെ നമ്മുടെ ഈ റൈഡ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് കൊച്ചി വാട്ടർ മെട്രോൻ്റെയും അതുപോലെ കൊച്ചിയിലെ കുറേ ബിൽഡിങ്സിൻ്റെയൊക്കെ നല്ലൊരു വ്യൂ കിട്ടും. മറൈൻ ഡ്രൈവിൻ്റെ ഭാഗത്ത് ഒത്തിരി ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാം നല്ല രസമുള്ള വ്യൂ ആണ് കിട്ടും. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ റാൻഡമായിട്ട് അവിടെ കണ്ടൊരു ബോട്ടാണ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറേ സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. ലൈക്ക് നമുക്ക് ആരെയും പരിചയമില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വന്നൊരു എമൗണ്ട് എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു 200 അങ്ങനെയാണ്, പെർ പേഴ്സൺ 200 ആണ് വന്നത്. നമ്മൾ 3 പേരാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് ടോട്ടൽ വന്നത് ഒരു 600 റുപ്പീസാണ് വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് നല്ലൊരു റൈഡായിരുന്നു. ആ ബോട്ടിൽ പാട്ടൊക്കെ വെച്ച് നല്ല എൻജോയ് ചെയ്ത് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. നമുക്കിതല്ലെങ്കിൽ നമുക്ക് വേറെ റൈഡുകൾ ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഫുൾ ബോട്ടായിട്ട് ബുക്ക് ചെയ്യാം. നമ്മുടെ ഒരു ഫാമിലി ഫുള്ളോ അങ്ങനെ അല്ലെങ്കിൽ ഒരു ഗ്യാങ് ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഫുൾ ബോട്ടൊക്കെ ബുക്ക് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോവാം. അതല്ലെങ്കിൽ ഇങ്ങനത്തെ ക്രൂസ് ഷിപ്പുകളൊക്കെ ഉണ്ട് ഈവനിങ് ടൈമിൽ വേണ്ടിയിട്ട് ഫുഡും അതുപോലെ DJ പാർട്ടിയൊക്കെ നടത്തുന്ന ക്രൂസ് ഷിപ്പ്. ഇനി നമ്മൾ ഫോർട്ട് കൊച്ചി സൈഡിലായിട്ട് വരുമ്പോഴത്തേനും ഫോർട്ട് കൊച്ചിയിലെ കുറച്ച് ഐക്കോണിക് ആയിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. ഫോർട്ട് കൊച്ചിയിൽ അത്യാവശ്യം എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളും നമ്മൾ ഈ ബോട്ട് ഇറങ്ങുന്ന സ്ഥലത്തിനോട് ഏകദേശം അടുത്താണ്. സോ നമുക്ക് നടന്നു പോകാവുന്ന ഡിസ്റ്റൻസിലാണ് എല്ലാം ഉള്ളത്. ഫോർട്ട് കൊച്ചിയൊക്കെ ഒന്ന് കറങ്ങി തിരിച്ച് നമുക്കൊരു ബോട്ട് ബുക്ക് ചെയ്ത് ഇതുപോലെ തന്നെ നമുക്ക് മറൈൻ ഡ്രൈവിലേക്ക് പോകാം.